ഹായ് കിങ്സ് ഇലവൻ സ്റ്റുഡൻസ്, നമ്മുടെ ക്ലാസ്സസൊക്കെ മെല്ലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 10 കഴിഞ്ഞിന് നിങ്ങൾ +1 കയറുകയാണ്. അപ്പോൾ ചെറിയൊരു ജമ്പ് നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും. കാരണം 10 പഠിച്ച ടോപ്പിക്കുകളായിട്ട് ചെറിയ രീതിയിലൊരു ഒരു ഡിഫറൻസ് ചിലപ്പം നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്, എന്നാൽ പോലും കുറച്ചധികം +1 +2 നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾ കിങ്സ് ഇലവൻ്റെ സമയത്ത് എൻറോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ബോർഡ് എക്സാമിൻ്റെ കൂടെ തന്നെ എൻട്രൻസ് എക്സാംസിൻ്റെ പ്രിപ്പറേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നൊരു ക്വസ്റ്റ്യൻ ആണ് എങ്ങനെ ഇത് രണ്ടും കൂടെ കൊണ്ടുപോകാം, അല്ലെങ്കിൽ ബോർഡ്സും നീറ്റ് JEE പോലെ എൻട്രൻസ് എക്സാമുകളും എങ്ങനെ ബാലൻസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്കൂളിൽ പോകുന്നു, അതിനുശേഷം വൈകുന്നേരം ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താണ് നമ്മുടെ ബോർഡ്സ് പ്ലസ് എൻട്രൻസ് പ്രിപ്പറേഷൻ സൈലത്തിലൂടെ നിങ്ങൾ നടത്തുന്നത്. അപ്പോൾ അതെങ്ങനെ എഫക്റ്റീവ് ആക്കുന്നു, എത്രത്തോളം നമ്മളത് എഫക്റ്റീവ് ആക്കുന്നു, അത്രത്തോളം നിങ്ങൾക്ക് നീറ്റും JEEലും നല്ലൊരു റാങ്ക് സെക്യൂർ ചെയ്യാനുള്ള പ്രോബബിലിറ്റിയും കൂടിയാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാനിപ്പോൾ പഠിക്കുന്ന ബോർഡ് എക്സാം പോലെ തന്നെ അല്ലെങ്കിൽ അതിലധികം ഇമ്പോർട്ടൻസ് എൻട്രൻസ് എക്സാമിന് ഉണ്ടായിരിക്കണമെന്നൊരു കാര്യമുണ്ട്. അത് നിങ്ങൾ ആദ്യമേ സെറ്റ് ചെയ്യണം മൈൻഡിൽ. കാരണം നിങ്ങൾ അങ്ങനെ ഒരു ജേർണിയിലേക്ക് കടന്നവരാണ്. അപ്പോൾ നിങ്ങൾക്ക് ചില പോയിന്റിലൊക്കെ ചിലപ്പോൾ എൻട്രൻസ് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ അയ്യോ ഇതൊന്നും എനിക്ക് വയ്യ, ഞാൻ ബോർഡ്സ് മാത്രം ഫോക്കസ് ചെയ്തോളാം എന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ജമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ മൈൻഡിൽ തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് തന്നെ ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ നീറ്റ് ഓർ JEE പരീക്ഷ എഴുതാൻ പോകുന്നൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ വിദ്യാർത്ഥിയാണ്, അതിന് കൂടെ ഞാൻ ബോർഡ് എക്സാംസും പാസ്സാകുന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നീറ്റ് JEEക്ക് വേണ്ടി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ബോർഡ് എക്സാം കുറച്ചും കൂടി ഈസിയറായി മാറുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇപ്പം കഴിഞ്ഞ വർഷത്തെ CBSE ബോർഡ് എക്സാം അത്യാവശ്യം ടഫായിരുന്നു. സ്റ്റേറ്റ് ബോർഡ് എക്സാംസിലും ക്വസ്റ്റ്യൻസ് കുറച്ച് മാറി, പാറ്റേണൊക്കെ മാറി വരുന്നു. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ ഒരു എൻട്രൻസ് അടക്കം പഠിച്ചൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അല്ലെങ്കിൽ അത് എഴുതുക എന്നുള്ളത് അത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല. മറ്റൊന്ന് കാര്യം നമ്മുടെ കിങ്സ് ഇലവൻ സ്ട്രാറ്റജിയാണ്. നമ്മുടെ കിങ്സ് ഇലവൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്, വൈകുന്നേരങ്ങളിലുള്ള ക്ലാസ്സുകളിൽ നമ്മളിപ്പോൾ ഒരു ടോപ്പിക്ക്, ഇപ്പോൾ നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന യൂണിറ്റ് ഫിസിക്സ് ആണെങ്കിൽ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ആയിരിക്കും. അപ്പോൾ അവിടെ നിങ്ങളിപ്പം ഡയമെൻഷൻസിനെ കുറിച്ച് പഠിച്ചു എന്ന് വിചാരിക്കാം. ഡയമെൻഷൻസിനെ കുറിച്ച് പഠിച്ചാൽ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പഠിക്കും, അതിൻ്റെ ഡെഫിനിഷൻ പഠിക്കും. അപ്പോൾ ഇതാണ് ചിലപ്പോൾ നിങ്ങളുടെ ബോർഡ് എക്സാമിന് എന്ത് ചെയ്യുക, ചോദിക്കുക. അവിടെ കൊണ്ട് ബോർഡ് എക്സാം ചിലപ്പോൾ തീരും. ചിലപ്പോൾ അവിടെ സിഗ്നിഫിക്കൻ ഫിഗറിന് എണ്ണം എത്രയാണെന്നുള്ള രീതിയിൽ ചോദ്യം ചോദിക്കാം. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി നിങ്ങളെ പഠിപ്പിച്ചതിന് ശേഷമാണ് അതിൻ്റെ കുറച്ചും കൂടെ ഹൈ ലെവലായിട്ടുള്ള എൻട്രൻസ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പോൾ ഈ 2 മണിക്കൂറിൽ നിങ്ങൾ ബോർഡ്സ് പ്ലസ് എൻട്രൻസ് ടോപ്പിക്ക് അവിടെ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു. സോ യു ആർ സേഫ്, അത് പ്രശ്നമില്ല. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ബോർഡ് എക്സാമിൻ്റെ സമയങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ PDF എടുത്ത് റെഫർ ചെയ്ത് ഇരുന്ന് പഠിക്കാം. ബോർഡ് എക്സാംസിന് വേണ്ടി എപ്പോഴും ഇരുന്ന് പഠിക്കണമെന്നില്ല. നമ്മൾ ഡെയിലി നമ്മുടെ റൂട്ടീൻ പ്രോപ്പർലി നിങ്ങൾ എൻട്രൻസ് എക്സാംസ് ഫോക്കസ് ചെയ്ത് തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. എന്നിട്ട് എക്സാമുകളോട് അടുക്കുന്ന സമയത്ത് ഒരാഴ്ച 2 വീക്സ് ഒക്കെ ബിഫോറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ PDFലെ ബോർഡ് പോർഷൻസ് റെഫർ ചെയ്ത്, അതേപോലെ അവർ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബോർഡ് പോർഷൻസ് റെഫർ ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. ആ ഒരു രീതിയിൽ നിങ്ങൾ എഫക്റ്റീവായിട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പം അതിൽ ഏറ്റവും ആദ്യമേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ക്ലാസ്സസ് പ്രോപ്പറായിട്ട് കാണുക എന്നുള്ളതാണ്. പെൻഡിങ് വരുത്തരുത്. പെൻഡിങ് വരുത്തിയാൽ പിന്നെ ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് തിരിച്ച് റീഗെയിൻ ചെയ്ത് കുറേ കൂടെ കൊണ്ട് പെൻഡിങ് ഇടയ്ക്കിടയ്ക്ക് 2-3 ക്ലാസ്സുകൾ വരുത്തിയ പ്രശ്നമില്ല. പക്ഷേ ക്ലാസ്സുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് പിന്നെ നമുക്കത് പോയി കാണാനുള്ളൊരു ടെൻഡൻസി കുറയും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പെൻഡിങ് പോർഷൻസ് മാക്സിമം വരുത്തുക. അങ്ങനെ വരുത്തുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഫ്രീ വരുന്ന ഡേയിൽ അത് ചെയ്ത് കണ്ടു തീർക്കാം. നിങ്ങൾക്ക് ഫ്രീ ഡേ ഉണ്ടാവില്ല, അപ്പോൾ അത് കണ്ടു തീർക്കാം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഡെയിലി ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം ആ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ വ്യക്തമായിട്ടൊരു 1/2 മണിക്കൂർ 1 മണിക്കൂർ എടുത്ത് റിവൈസ് ചെയ്തോ, പ്രശ്നമില്ല. ഇപ്പോൾ ഇന്ന് ഫിസിക്സിൻ്റെ ക്ലാസ് ആണെങ്കിൽ ഫിസിക്സിൻ്റെ ക്ലാസ്സിലെ കാര്യം മാത്രം ഇന്ന് എനിക്ക് റിവൈസ് ചെയ്താൽ മതി. നാളെ മാത്സിൻ്റെ ക്ലാസ് ആണെങ്കിൽ മാത്സിലെ ക്ലാസ്സിലെ കാര്യങ്ങൾ മാത്രം റെഫർ ചെയ്താൽ മതിയാവും. അപ്പോൾ അങ്ങനെ ഒരു പീരിയോഡിക് റിവിഷൻ നടത്തുന്നതിലൂടെ നമുക്ക് ഈ ടോപ്പിക്ക് മറന്നു പോയിരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യണം. അങ്ങനെ റിവിഷൻ നടത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ വരുന്ന FIT പോലുള്ള പരീക്ഷകൾ, നമുക്കിപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എക്സാമുകൾ ഉണ്ടാവുമല്ലോ, ഗ്രാൻഡ് ടെസ്റ്റ് പോലുള്ള പരീക്ഷകളുണ്ടാവും. അപ്പോൾ ഈ ഗ്രാൻഡ് ടെസ്റ്റ് പോലുള്ള പരീക്ഷകൾ ഈ റിവിഷനിലൂടെ മാത്രം നിങ്ങൾ ഓർത്തിരിക്കത്തുള്ളൂ. ഈ റിവിഷൻ എന്ന് പറഞ്ഞാൽ വെറുതെ വായിച്ചു നോക്കലാണോ? അല്ല. അതായത് നമ്മൾ ചെയ്ത ചോദ്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് വെച്ച് ഒരു 10 ചോദ്യങ്ങളെങ്കിലും മിനിമം ഒരു ദിവസം ചെയ്യുക. അങ്ങനെ ഒരു സ്ട്രാറ്റജി വെച്ച് ആദ്യമേ കൊണ്ടുപോയാൽ നിങ്ങൾക്ക് ചോദ്യങ്ങളുടെ എണ്ണം കൂട്ടാനും ഈ ഒരു പാറ്റേണിലേക്ക് സെറ്റ് ആവാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ നിങ്ങളുടെ ഒരു ക്രൂഷ്യൽ ടൈം എന്ന് പറയുന്നത് നിങ്ങളിപ്പം ജോയിൻ ചെയ്തൊരു ടൈമാണ്. ഈ ജോയിൻ ചെയ്ത ടൈമിൽ നിങ്ങൾ എത്രത്തോളം അതിന് വേണ്ടി എഫേർട്ട് എടുക്കുന്നു, അതനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു ഫ്ലോ അങ്ങ് കിട്ടും. അപ്പോൾ ഈ ഒരു ഫ്ലോ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എൻട്രൻസ് പോർഷൻസ് ഇതിൻ്റെ കൂടെ തന്നെ കൊണ്ടുപോകാൻ സാധിക്കും. അത് തന്നെയാണ് നമുക്ക് ഇതിന് മുമ്പുണ്ടായ, നിങ്ങൾ കിങ്സ് ഇലവന് ശേഷം സൂപ്പർ കിങ്സിലേക്ക് വരുന്നു, അതിനുശേഷം എൻട്രൻസ് പരീക്ഷ എഴുതുന്നു. ആ സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം ബോർഡ്സിന് നല്ല മാർക്കുകൾ, ഇപ്പം നമ്മുടെ സൂപ്പർ കിങ്സ് സ്റ്റുഡൻസിനൊക്കെ അത്യാവശ്യം നല്ല ബോർഡ്സ് മാർക്കുകൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാ സബ്ജക്ട് സ്പെസിഫിക് ആയിട്ട് നോക്കുമ്പോൾ നീറ്റിലും JEEലും ഒരു ഫസ്റ്റ് ചാൻസ് തന്നെ കയറിപ്പോയി ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത് ഈ പറഞ്ഞ എഫേർട്ടിൻ്റെ ബേസിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ബോർഡ്സും അതേപോലെ തന്നെ JEE നീറ്റ് പോലുള്ള പരീക്ഷകളും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന്
പ്രോപ്പറായിട്ടൊരു 2 മണിക്കൂർ ക്ലാസ്സുകൾക്ക് വേണ്ടി ഇരിക്കുക. അതിന് ശേഷം ഒരു 1 മണിക്കൂറോ 2 മണിക്കൂറോ ഇത് റിവൈസ് ചെയ്യാൻ വേണ്ടി ഇരിക്കുക. പിറ്റേ ദിവസം സമയം ഉണ്ടെങ്കിൽ രാവിലെയോ അല്ലെങ്കിൽ സ്കൂളിൽ ചെന്നിട്ടോ മെറ്റീരിയലൊക്കെ വെച്ച് നിൽക്കുകയാണെങ്കിൽ PYQ ഒക്കെ സോൾവ് ചെയ്യാം. അതും നല്ലതാണ് എക്സ്ട്രാ ടൈം എടുത്താൽ. കാരണം ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ഈ ഒരു എഫേർട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങളൊരു MBBS അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ആഗ്രഹിക്കുന്ന, നല്ല കോളേജിൽ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ആ എഫേർട്ട് നിങ്ങൾ ആ കോളേജിൽ എത്തുമ്പോൾ നിങ്ങൾക്കത് കിട്ടും. കാരണം നമ്മൾ കേരളത്തിലല്ല, മോസ്റ്റ് ഓഫ് ദി ഇന്ത്യയിൽ സ്റ്റുഡൻസും അങ്ങനെ കുറേ പഠിക്കുന്നവരുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ കംഫോർട്ടിലിരുന്ന് പഠിക്കാൻ പറ്റുന്നൊരു മീഡിയമാണ് നിങ്ങളുടെ Kings 11 ബാച്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മെത്തഡോളജി നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ പറയുക. അത് നമുക്ക് പ്രോപ്പറായിട്ട് ക്ലിയർ ചെയ്ത് തരാൻ സാധിക്കും. സോ നല്ല അടിപൊളിയായിട്ട് NEET JEE പോലുള്ള പരീക്ഷകൾ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് ആശംസിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്.